नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. ഈ അധ്യായത്തിൽ ഭഗവാൻ അർജുനനെ ഭൗതിക നിലവാരത്തിൽ നിന്നും ഭൗതിക ബോധത്തിൽ നിന്നും ആത്മീയ ബോധത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുകയാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത് രഥത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനെയാണ്. അശ്രുപൂർണ കുലേക്ഷണം. സഞ്ജയൻ പറയുന്നുണ്ട് അർജുനൻ എങ്ങനെയാണ് ഇരിക്കുന്നത്. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉവാച മധുസൂദന. കൃപയാവിഷ്ടം, കാരുണ്യം കൊണ്ട് യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, എന്ന് തീരുമാനിക്കാൻ സാധിക്കാതെ, ധർമ്മസമ്മൂഢ ചേതാഹ, യഥാർത്ഥത്തിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനെയാണ് ഇവിടെ സഞ്ജയൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദനം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനോട് ഭഗവാൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഭഗവാൻ സംസാരിച്ചത്? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. എവിടുന്നാണ് നിനക്ക് ഈ മാലിന്യം വന്നു പെട്ടിട്ടുള്ളത്? ഇത് നിനക്കൊട്ടും യോജിച്ചതല്ല. ഒരു ക്ഷത്രിയന് യോജിച്ച സ്വഭാവമല്ല, പെരുമാറ്റമല്ല നിന്നിൽ നിന്നിപ്പോൾ കാണുന്നത്. ഞാൻ യുദ്ധം ചെയ്യുകയില്ല, അവർ എന്നോട് യുദ്ധം ചെയ്തോട്ടെ, ഞാൻ നിരായുധനായി നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അവർ ആയുധം കൊണ്ട് എന്നെ വധിച്ചോട്ടെ എന്നൊക്കെയാണ് അർജുനൻ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ ക്ഷത്രിയന് ഒരിക്കലും യോജിച്ചതല്ല. യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുവിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുക, ഇതാണ് ക്ഷത്രിയന് യോജിച്ചതായിട്ടുള്ളത്. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് അർജുനൻ പെരുമാറുന്നത്. അർജുനൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അർജുനന് ഒട്ടും യോജിച്ചതല്ല എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ആര്യന്മാർക്ക്, മനുഷ്യ സമൂഹത്തിൽ സംസ്കാരമുള്ളവർക്ക് യോജിച്ച പെരുമാറ്റമല്ല നിന്നിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നീ വളരെ വൈകാരികമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്, വിവേകപൂർണമായിട്ടല്ല നീ പെരുമാറുന്നത്. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം. ഉയർന്ന ലോകത്തിലേക്കുള്ള പോക്കിനെ അത് സഹായിക്കുകയില്ല. നിനക്ക് ഉയർന്ന ലോകത്തിലേക്ക് പോകാൻ അത് സഹായിക്കുകയില്ല. മാത്രമല്ല അകീർത്തികരം, സമൂഹത്തിലുള്ളവരാരും നിന്നെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തെ ആരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല. നിന്നെ എല്ലാവരും കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുക. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയി എന്ന് ആളുകൾ കേട്ടുകഴിഞ്ഞാൽ അത് അർജുനന്റെ കാരുണ്യം കൊണ്ടാണ്, അർജുനൻ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. അർജുനൻ പേടിച്ചോടിപ്പോയി എന്നാണ് എല്ലാവരും പറയുക. അകീർത്തി, നിനക്ക് അത് അകീർത്തി ഉണ്ടാക്കും. നിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ഇല്ലാതായി പോകും. നീ വില്ലാളി വീരനാണ്, യുദ്ധവീരനാണ് എന്നുള്ള നിന്റെ പേരും പ്രശസ്തിയും ഒക്കെ
ഇല്ലാതായി പോകും എന്നാണ് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അകീർത്തികരം അർജുന എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രീല പ്രഭാതർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ സംസാരിക്കുന്ന സമയത്ത് ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ശ്ലോകം തുടങ്ങുന്നത് ശ്രീ ഭഗവാനുവാച എന്നാണ് പറയുന്നത്. അർജുന വാച, സഞ്ജയ വാച, ധൃതരാഷ്ട്ര വാച എന്നാണ് മറ്റുള്ളവർ സംസാരിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണ ഉവാച എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് വ്യാസദേവൻ ശ്രീ ഭഗവാൻ ഉവാച എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീതയുടെ രഹസ്യം മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭാതർ ശ്രീ ഭഗവാൻ ഉവാച എന്നുള്ള വാക്ക് എടുത്ത് വിശദീകരിക്കുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡൈശ്വര്യ സമ്പൂർണനാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും പൂർണ്ണമായ തോതിൽ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് പരാശര മുനി, വ്യാസദേവന്റെ പിതാവായിട്ടുള്ള പരാശര മുനി വിശദീകരിക്കുന്നത്. സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വ്യക്തിയെ മാത്രമേ ഭഗവാൻ എന്ന് വിളിക്കുകയുള്ളൂ. എല്ലാവരെയും ഭഗവാൻ എന്ന് വിളിക്കുന്നില്ല. ഷഡൈശ്വര്യങ്ങളും സമ്പൂർണമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് എന്ന് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും എല്ലാം കൃഷ്ണൻ പരമപുരുഷനാണ് എന്നുള്ള കാര്യം ശ്രീല പ്രഭാതർ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുമുണ്ട്. ബ്രഹ്മസംഹിതയിൽ നിന്നുള്ള ശ്ലോകം ശ്രീല പ്രഭാതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമമായിട്ടുള്ള ഈശ്വരൻ, ഒരുപാട് ഈശ്വരന്മാരുണ്ടെങ്കിലും പരമമായിട്ടുള്ള ഈശ്വരൻ, ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരൻ, എല്ലാവരുടെയും നിയന്താവ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന വ്യക്തി, സർവലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാൻ ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണെന്ന് ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ് ബ്രഹ്മസംഹിതയിലെ ശ്ലോകം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അദ്ദേഹം അനാദിയാണ്, അദ്ദേഹത്തിന് യാതൊരു തുടക്കവുമില്ല, എല്ലാറ്റിൻ്റെയും തുടക്കം അദ്ദേഹം തന്നെയാണ്. സർവകാരണ കാരണം, എല്ലാറ്റിൻ്റെയും കാരണം, ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറയും. മാത്രമല്ല ഭാഗവതത്തിൽ നിന്നുള്ള ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് വ്യാസദേവൻ ഭാഗവതത്തിൽ എടുത്തു പറയുന്ന ശ്ലോകം ശ്രീല പ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം 1.3.28. ഏതേചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ. ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വ്യാസദേവൻ എടുത്തു പറയുന്നുണ്ട് ഏതേചാംശകല പുംസ. അതൊക്കെ എന്തായിരിക്കും? ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളോ വിസ്തരണത്തിന്റെ വിസ്തരണമായിട്ടുള്ള കലയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ അങ്ങനെ ഒരു വിസ്തരണമല്ല, അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു അവതാരമല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ഭാഗവതത്തിൽ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാനാണ്. വിസ്തരിക്കുകയൊന്നും ചെയ്യാതെ നേരിട്ട് ഭൂമിയിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഭഗവാൻ ആ ഗോലോകത്തിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇങ്ങോട്ട് നേരിട്ട് അവതാരമൊന്നും ആകാതെ, വിസ്തരണമൊന്നും ആകാതെ നേരിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാത്ത വ്യക്തികൾ മൂഢന്മാരാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അവചാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിതം. കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾ യഥാർത്ഥ ബുദ്ധിമാന്മാരല്ല, അവർക്ക് കൃഷ്ണതത്വം മനസ്സിലായിട്ടില്ല എന്നാണ്
ഭഗവാനും പറയുന്നത്. അപ്പോൾ ആ കൃഷ്ണതത്വം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിദ്യ. അത് ഭഗവത്ഗീതയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീത വായിക്കുമ്പോൾ തന്നെ ഇത് ഭഗവാന്റെ വാക്കുകളാണ്, ഇത് സാധാരണ വാക്കുകളല്ല, അല്ലെ? പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത എന്ന് ശങ്കരാചാര്യരും ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സാധാരണ ഒരു പുസ്തകമല്ല, അത് നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാനദി പവിത്രമായി. എന്നാൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവത്ഗീത പഠിക്കണം. അപ്പോഴാണ് ഭഗവത്ഗീതയുടെ രഹസ്യം ആ പഠിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞാൽ മാത്രമേ ഭഗവത്ഗീതയുടെ മഹാത്മ്യം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ശ്രീല പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ തന്നെ, രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ തന്നെ ഭഗവാൻ എന്നുള്ള വാക്കെടുത്ത് വിശദീകരിക്കുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഭഗവത്ഗീത പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് പറഞ്ഞത്, തുടർന്ന് പറഞ്ഞത് എന്താണ് എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിനക്കൊട്ടും യോജിച്ചതല്ല, ഒരു ക്ഷത്രിയന് യോജിച്ചതല്ല, ഉയർന്ന ലോകങ്ങളിലേക്കല്ല നിന്റെ പ്രവൃത്തി നയിക്കുന്നത്. അതേപോലെ നിനക്ക് ഈ സമൂഹത്തിൽ തന്നെ അകീർത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. യുദ്ധത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ കളിയാക്കാനാണ് പോകുന്നത്, അല്ലാതെ നീ ഒരു മഹാത്മാവാണ് എന്നാരും പറയാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ഇതൊരു ഗുരു എന്നുള്ള നിലവാരത്തിലല്ല ഭഗവാൻ പറയുന്നത്, ഒരു സുഹൃത്ത് എന്നുള്ള നിലവാരത്തിലാണ് ഭഗവാൻ പറയുന്നത്. ക്ലൈബ്യം ആസ്മകമപ്പാർത്ഥ നൈതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തമ. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്, ഇത് നിന്റെ ഈ ഹൃദയ ദൗർബല്യം, നിന്റെ ഈ ഒരു മഹാമനസ്കത എന്ന് പുറമേ തോന്നിക്കുന്ന ഈ ഹൃദയ ദൗർബല്യം. അർജുനൻ വിചാരിച്ചത് ഞാൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത് വലിയൊരു കാര്യമാണ്, ഞാൻ അവരോട് ദയ കാണിക്കുകയാണ്, ഞാൻ എൻ്റെ ഗുരുക്കന്മാരോട് ബഹുമാനം കാണിക്കുകയാണ് എന്നൊക്കെയാണ് അർജുനൻ വിചാരിച്ചത്. പക്ഷേ അത് ഭഗവാൻ ഒരിക്കലും അംഗീകരിച്ചില്ല എന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അർജുനന്റെ മഹാമനസ്കത ഭഗവാൻ എങ്ങനെയാണ് എടുത്തത്? ഭഗവാൻ പറയുന്നു, ഹൃദയ ദൗർബല്യം, നിന്റെ ഹൃദയ ദൗർബല്യമാണ്, വിവേകമില്ലായ്മയാണ് നീ പറയുന്നത്, നീ വികാരത്തിന് അടിമപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത് നിന്റെ മഹാമനസ്കതയൊന്നുമല്ല, ഇത് നിനക്കൊട്ടും യോജിച്ചതല്ല, നീ അതെല്ലാം ഉപേക്ഷിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്, അർജുനനോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ശ്ലോകം വായിക്കാം. ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരുടെ വിശദീകരണം നമ്മൾക്ക് വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ശ്ലോകം വായിച്ചോളൂ. ക്ലൈബ്യം ആസ്മകമപ്പാർത്ഥ നൈതത്വ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തമ. വായിച്ചോളൂ മാതാജി, ഉഷ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാംഖ്യയോഗം. മൂന്നാമത്തെ ശ്ലോകം മാത്രം വായിച്ചാ പോരെ പ്രഭുജി? ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 3. ക്ലൈഭ്യം ആസ്മാകമപ്പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപ. ഹേ പാർത്ഥ, തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. ഭാവാർത്ഥം. അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പൃഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്.
കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിനു മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായൊരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനന്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസാ തത്വം ഈ കപട മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ അർജുനന്റെ വാദങ്ങളെ മുഴുവൻ തള്ളിയതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അർജുനൻ വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി. ഇവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ശ്രേയസ്സൊന്നും ലഭിക്കാൻ പോകുന്നില്ല. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ യാതൊരു സുഖവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല യുദ്ധം ചെയ്യുന്നത് വലിയ പാപമാണ്. അവരെല്ലാവരും ക്രിമിനലുകളാണെങ്കിൽ പോലും, ഹതതായികളാണെങ്കിൽ പോലും യുദ്ധം ചെയ്യുന്നത് പാപമാണ്, വലിയ പാപമാണ്. മാത്രമല്ല യുദ്ധം ചെയ്യുന്നത് വലിയൊരു വംശഹത്യക്ക് വഴിയൊരുക്കും. കുലക്ഷയമുണ്ടാകും, കുലം മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ അധർമ്മം വർദ്ധിക്കും, വർണ്ണസങ്കരം ഉണ്ടാകും. വർണ്ണസങ്കരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വർണ്ണസങ്കരത്തിന് കാരണമായിട്ടുള്ള എല്ലാവരും നരകത്തിൽ തുടർച്ചയായിട്ട് ജീവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒറ്റയടിക്ക് ഭഗവാൻ തള്ളിക്കളഞ്ഞതായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഭഗവാൻ അങ്ങനെയുള്ള തീരുമാനത്തിനെയൊക്കെ എന്താണ് പറയുന്നത്? ക്ലൈബ്യം എന്നാണ് പറയുന്നത്. ആണും പെണ്ണും കെട്ട തീരുമാനമാണ് നീ ഇപ്പോൾ പറയുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊരിക്കലും ഒരു ക്ഷത്രിയന് യോജിച്ച തീരുമാനമല്ല നീ പറയുന്നത്. ആണും പെണ്ണും കെട്ട സംസാരമാണ് ഇപ്പോൾ നീ സംസാരിക്കുന്നത്. ക്ലൈബ്യം മാസ്മകമപാർത്ഥ. ക്ലൈബ്യം, ക്ലീബത, നപുംസക സ്വഭാവം. ക്ഷത്രിയൻ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ക്ഷത്രിയന്റെ ധർമ്മം. എല്ലാവരും യുദ്ധത്തിനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളതാണ്. എല്ലാവരും യുദ്ധത്തിന് ഉത്സുകരാണ്. ആരും യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന വ്യക്തികൾ അവിടെ ഇല്ല, യുദ്ധമുഖത്തിലില്ല. ആരെയും നിർബന്ധിച്ച് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല. എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടൊരു ക്ഷത്രിയൻ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ, യുദ്ധം തുടങ്ങി അല്ലേ, എല്ലാവരും ശംഖു വിളിച്ചു, നമ്മൾ നേരത്തെ കേട്ടു. ഭീഷ്മൻ, അതേപോലെ പാണ്ഡവരെല്ലാവരും അവരുടേതായിട്ടുള്ള ആ ശംഖുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് യുദ്ധം തുടങ്ങിയതിന്റെ സൂചനയാണ്. അതിന്റെ ശേഷമാണ് അർജുനൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അല്ലെ, അവരൊക്കെ എന്നെ നിരായുധനായിട്ട് നിൽക്കുന്ന എന്നെ കൊന്നോട്ടെ, ഇങ്ങനെ യുദ്ധം ചെയ്ത് നേടുന്ന രാജ്യം എനിക്ക് വേണ്ട, അങ്ങനെ ഒരു സുഖം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംസാരം, അത് ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലൈബ്യം മാസ്മകമപാർത്ഥ നൈതത്വയുപപദ്യതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആണും പെണ്ണും കെട്ട സംസാരം നീ സംസാരിക്കരുത്, നിനക്ക് യോജിച്ചതല്ല, ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. പാർത്ഥ എന്ന് വിളിച്ചതിന്റെ പ്രത്യേകതയും ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. പാർത്ഥ പൃഥയുടെ പുത്ര, അല്ലെ, വസുദേവരുടെ സഹോദരിയാണ് പൃഥ അല്ലെങ്കിൽ കുന്തിദേവി.
ഒരു ക്ഷത്രിയ വംശമാണ്. ആ ക്ഷത്രിയ വംശത്തിന് നീ പേരുദോഷം ഉണ്ടാക്കരുത് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പരന്തപ, ശത്രുക്കളെ തോൽപ്പിക്കുന്നവനെ എന്നാണ് ഭഗവാൻ വിളിക്കുന്നത്. നിനക്ക് അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. അർജുനന് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നിരിക്കുകയാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആരും അർജുനനെ കുറിച്ച് ഒരു പരാതിയും പറയാൻ പോകുന്നില്ല, അല്ലെ? മാത്രമല്ല യുദ്ധം ചെയ്യാനുള്ള എല്ലാ കഴിവുകളും അർജുനുണ്ട്. നേരത്തെ തന്നെ ആദ്യമായിട്ടല്ല അർജുനൻ യുദ്ധം ചെയ്യുന്നത്. വില്ലാളി വീരനാണ് എന്ന് പേരുകേട്ട വ്യക്തിയാണ് അർജുനൻ. അപ്പോൾ യുദ്ധം ചെയ്യാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്, അതിനുള്ള സാഹചര്യം ഒത്തിണങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല ഭഗവാന്റെ സഹായവും അർജുൻ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഭഗവാന്റെ ഉപദേശം, ഭഗവാന്റെ എല്ലാവിധ സഹായവും നേരിട്ട് അർജുനന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയ അവിവേകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ക്ലൈബ്യം മാസ്മകം പാർത്ഥ, നിനക്ക് ഒട്ടും യോജിച്ചതല്ല. ഞാൻ ഇതെല്ലാം നിന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് പാർത്ഥ, നീ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വംശത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ വംശത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്ഷത്രിയൻ എന്ന് വിളിക്കാൻ യോഗ്യത ഉണ്ടാവുകയില്ല. ആ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിക്കണം. ആ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ വംശത്തിൽ ജനിച്ചതിന്റെ പ്രയോജനമില്ലാതായി പോകും. ആ വംശത്തിന്റെ സ്വഭാവം നീ കാണിക്കാതെയായി പോകും. അതുകൊണ്ട് നീ ആ സ്വഭാവം പ്രകടിപ്പിക്കണം. ക്ഷത്രിയനായി ജനിച്ചത് കൊണ്ട് മാത്രമായില്ല, ക്ഷത്രിയൻ അനുയോജ്യമായിട്ടുള്ള സ്വഭാവം തന്നെ നീ ഇവിടെ കാഴ്ചവെക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷത്രിയന്റെ സ്വഭാവം എന്താണെന്ന് 18-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ക്ഷത്രിയൻ, ക്ഷത്രിയന്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്ന് 18-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവച. ശൗര്യം, ആരെങ്കിലും യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് വെല്ലുവിളി ഏറ്റെടുക്കണം. ശൗര്യം, തേജോ ധൃതിർദാക്ഷ്യം, ആ യുദ്ധം ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള താല്പര്യം, യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹം, ഇതെല്ലാം ക്ഷത്രിയന്റെ സ്വഭാവമാണ്. യുദ്ധേ ചാപ്യ പലായനം, അത് ഭഗവാൻ എടുത്തു പറയുന്നു. യുദ്ധേ ചാപ്യ അപലായനം, യുദ്ധമുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പിന്മാറാതിരിക്കുക. യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ഒരിക്കലും ക്ഷത്രിയന് യോജിച്ച സ്വഭാവമല്ല. യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നീ പേരിന് മാത്രമേ ക്ഷത്രിയനാകുന്നുള്ളൂ. ആ ക്ഷത്രിയ കുടുംബത്തിന് മുഴുവൻ, ക്ഷത്രിയ വംശത്തിന് മുഴുവൻ അത് വലിയ പേരുദോഷമായിട്ട് മാറും. അതുകൊണ്ട് പാർത്ഥ, നീ ഹൃദയുടെ പുത്രനാണ്, നീ ക്ഷത്രിയന് യോജിച്ച രീതിയിൽ തന്നെ പെരുമാറണം. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ എടുത്തു പറയുന്ന കാര്യമുണ്ട്. ഒരു വ്യക്തി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാകുന്നില്ല, ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്ഷത്രിയനാകുന്നില്ല. ആ ക്ഷത്രിയ സ്വഭാവം കാണിക്കണം, അല്ല? ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ക്ഷത്രിയന്റെ സ്വഭാവം കാണിച്ചാൽ മാത്രമേ, പ്രകടിപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തി ക്ഷത്രിയനാകുന്നുള്ളൂ. അതേപോലെ ബ്രാഹ്മണന്റെ സ്വഭാവം കാണിച്ചാൽ മാത്രമേ ഒരു വ്യക്തി ബ്രാഹ്മണനാകുന്നുള്ളൂ. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ബ്രാഹ്മണനായിട്ട് മാറുന്നില്ല. ആ ബ്രാഹ്മണ സ്വഭാവത്തെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. 42-ാമത്തെ ശ്ലോകത്തിൽ, 18-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ബ്രാഹ്മണ സ്വഭാവമാണ് പറയുന്നത്. ശമോദമസ്തപശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, അതേപോലെ ശുചിത്വം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ശുചിത്വം, ക്ഷമാശീലം, ആർജവം, സത്യം തുറന്നു പറയാനുള്ള കഴിവ്, അത് ബ്രാഹ്മണന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. എന്താണോ ശാസ്ത്രത്തിലുള്ളത് അത് അതേപടി പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്. അല്ലാതെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുമോ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊന്നും വിചാരിച്ച് സത്യത്തെ വളച്ചൊടിക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ശാസ്ത്രം എല്ലാ കാലത്തേക്കും നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അതേപടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആർജവം എന്ന് പറയുന്നത്. വാസ്തവം അതേപടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആർജവം. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയണം, അല്ലെ? അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, എൻ്റെ ശിഷ്യനാണ് എന്ന് കരുതി അതിൽ നിന്നും അദ്ദേഹത്തിനെ തിരുത്താതിരിക്കരുത്. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ
പറഞ്ഞു കൊടുക്കണം. ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവം. ജ്ഞാനം നേടാനുള്ള കഴിവ്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അത് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവും ബ്രാഹ്മണനുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരു വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒന്നും ആകുന്നില്ല. അവരെ ശാസ്ത്രം വിളിക്കുന്നത് ബ്രഹ്മബന്ധു അല്ലെങ്കിൽ ക്ഷത്രിയ ബന്ധു, ക്ഷത്രബന്ധു എന്നാണ് വിളിക്കുന്നത്. ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജനിച്ചവൻ അല്ലെങ്കിൽ ക്ഷത്രിയന്റെ കുടുംബത്തിൽ ജനിച്ചവൻ എന്ന പേരിന് മാത്രമേ അവൻ അർഹനാകുന്നുള്ളൂ. യഥാർത്ഥ ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമോ ക്ഷത്രിയമായിട്ടുള്ള സ്വഭാവമോ അവൻ കാണിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ച വില കുറഞ്ഞ സന്തതിയായിട്ട് കരുതപ്പെടുമെന്നാണ് ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ ഒരു വില കുറഞ്ഞ സന്തതിയായി മാറരുത്. ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ ക്ഷത്രിയ സ്വഭാവം നീ പ്രകടിപ്പിക്കണമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായിട്ടാണ് കരുതിയത്. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. യുദ്ധത്തിൽ വന്ന് യുദ്ധം ചെയ്യാതെ പോകുന്നത് മഹാമനസ്കതയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹിംസാതത്വം, ഈ കപട മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അഹിംസാതത്വമല്ല ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അല്ലെ, പലരും ഭഗവത്ഗീത അഹിംസാതത്വമാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി ഞാൻ അഹിംസാതത്വമാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഭഗവത്ഗീത അഹിംസാതത്വമല്ല പ്രചരിപ്പിക്കുന്നത്. ഭഗവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അർജുനനോട്. നീ യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ക്ഷത്രിയന്റെ ധർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് അഹിംസാതത്വമായിട്ട് മാറുന്നത്? എവിടെയാണ് ഭഗവാൻ അഹിംസാതത്വം ഉപദേശിക്കുന്നത്? യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അഹിംസയ്ക്ക് യഥാർത്ഥത്തിൽ ഉപയോഗമുണ്ട്. ഒരു രാജ്യം ഭരിക്കുന്ന ക്ഷത്രിയൻ ഒരിക്കലും അഹിംസാവാദിയായി ഇരിക്കാൻ സാധിക്കില്ല. കാരണം ശത്രു രാജ്യങ്ങൾ അത്രയ്ക്കും യുദ്ധോത്സുകരാണ്. ഒരു രാജാവ് അഹിംസാതത്വം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു പോവുകയുള്ളൂ. ശത്രുക്കൾ എല്ലാവരും കൂടി ആക്രമിച്ച് അദ്ദേഹത്തെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജാവിന് ഒരിക്കലും അഹിംസാതത്വം പ്രായോഗികമല്ല. അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോവുകയുമില്ല. ശത്രു രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അവരോട് നേരിട്ട് യുദ്ധകളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്നതാണ് ക്ഷത്രിയന്റെ ധർമ്മം. പ്രായോഗികമല്ലാത്ത അഹിംസാതത്വം ഒന്നും ഭഗവാൻ ഉപദേശിച്ചിട്ടില്ല. ഈ അഹിംസാതത്വം ഈ യുദ്ധകളത്തിൽ ഒരിക്കലും സാധ്യമല്ല, അതിന് യാതൊരു സാധുതയുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭഗവാൻ പറഞ്ഞു. നിന്റെ ഈ ഒരു വിവേകമില്ലാത്ത സംസാരം ഉപേക്ഷിക്കണം, വിവേകമില്ലാത്ത തീരുമാനം നീ ഉപേക്ഷിക്കണം. ആണും പെണ്ണും കെട്ട അവസ്ഥയിൽ നിന്ന് നീ ഉയർന്നു വരണം, നീ ക്ഷത്രിയനായിട്ട് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അർജുനൻ എന്താണ് അതിന് മറുപടി പറയുന്നത്? അർജുനന്റെ മനോഭാവം എന്താണ്? അർജുനന്റെ വ്യഥ എന്താണ്? അത് അർജുനൻ ഭഗവാനോട് വീണ്ടും തുറന്നു പറയുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ 4-5 ശ്ലോകങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് 4-5 ശ്ലോകങ്ങൾ വായിക്കാം. അർജുനൻ പറയുന്നതാണ്. അർജുന വാച കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന യിഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമഭീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. ഈ 2 ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. യെസ്, പ്രേമ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇച്ഛുഭി പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാനെങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? ഭാവാർത്ഥം:
ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. ശ്ലോകം 5. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ ഭരിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഭാവാർത്ഥം: വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിനു ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ്. അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങളാകയാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നത് പോലെയാണെന്നും അർജുനന് തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അർജുനന്റെ മറുപടിയിൽ അർജുനന്റെ ഉയർന്ന സ്വഭാവ മൂല്യങ്ങൾ, ധാർമ്മികമായിട്ടുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർജുനൻ പറയുന്നത്, ഭീഷ്മരും ദ്രോണരുമൊക്കെ എനിക്ക് ഗുരുതുല്യരാണ്. പൂജാർഹ വരിസൂദന കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ അരിസൂദന. യഥാർത്ഥത്തിൽ ഭീഷ്മനും ദ്രോണനുമൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരോട് ഒരിക്കലും എതിർക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മുടെ ഭാരതീയമായിട്ടുള്ള ദർശനത്തിൽ ഗുരുവിന് വലിയൊരു സ്ഥാനമുണ്ട്. ആ ഗുരുവിനോട് ഒരിക്കലും എതിർക്കുന്നത് യഥാർത്ഥ ഒരു ശിഷ്യന്റെ സ്വഭാവമല്ല. അപ്പോൾ അർജുനന്റെ മനസ്സിൽ അവരോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. പൂജാർഹ വരിസൂദന എന്നാണ് പറയുന്നത്. ഭീഷ്മരും ദ്രോണരുമൊക്കെ കൗരവപക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ ധർമ്മത്തിന്റെ പക്ഷത്തിലല്ല നിൽക്കുന്നത്. ദുര്യോധനോടുള്ള കടപ്പാട് മൂലം അധർമ്മത്തിന്റെ പക്ഷത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പക്ഷേ അർജുനൻ അതൊന്നും കണക്കാക്കുന്നില്ല. അർജുനൻ ഇപ്പോഴും അവരോട് വലിയ ബഹുമാനമാണുള്ളത്. അത് അർജുനന്റെ സ്വഭാവത്തിന്റെ മഹിമയാണ്. അർജുനൻ അവർക്ക് ഗുരുവിന്റെ സ്ഥാനം നൽകി അവർക്ക് വലിയ ബഹുമാനം മനസ്സിൽ അവരോട് കരുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ എതിർക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. എങ്ങനെയാണ് ഞാൻ ഭീഷ്മനോടും ദ്രോണനോടും ഒക്കെ യുദ്ധം ചെയ്യുന്നത്? അവരോട് എതിർത്ത് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തതാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരോട് ഞാൻ എങ്ങനെയാണ് അസ്ത്രം കൊണ്ട് മറുപടി പറയുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് അർജുനന്റെ ആ ഒരു ഗുരുക്കന്മാരോടുള്ള ബഹുമാനം, മനസ്സിലുള്ള ആ ബഹുമാനം നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗുരുക്കന്മാരെ വധിച്ചുകൊണ്ടുള്ള ഒരു രാജ്യം രക്തപങ്കിലമായിരിക്കും എന്നാണ് പറയുന്നത്. ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. യഥാർത്ഥത്തിൽ ആ ഗുരുക്കന്മാരുടെ സ്വഭാവം അർജുനന് മനസ്സിലായിട്ടുണ്ട്. അത് ഈ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്വാർത്ഥ കാമാംസ്തു ഗുരുനി ഹൈവ എന്നാണ് ഭീഷ്മരെയും ദ്രോണരെയും കുറിച്ച് അർജുനൻ പറയുന്നത്. എന്താണ് പറയുന്നത്? അർത്ഥകാമാംസ്തു, ഇവര് അർത്ഥത്തിന് വേണ്ടി താല്പര്യമുള്ളവരാണ്. അവരുടെ സ്ഥാനം നിലനിർത്താൻ അവർക്ക് താല്പര്യമുണ്ട്. രാജ്യസഭയിൽ അവർക്ക് ആചാര്യന്റെയും ഗുരുവിന്റെയും ഒക്കെ സ്ഥാനമുണ്ട്. അത് നിലനിർത്താൻ വേണ്ടി അവര് ദുര്യോധനന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുന്നു. അവർക്ക് ദുര്യോധനോട് ചായവുണ്ടായിട്ടുള്ളത് ആ സാമ്പത്തികമായിട്ടുള്ള ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഗുരു സാമ്പത്തികമായിട്ടുള്ള സംരക്ഷണത്തെ ഒന്നും നോക്കാൻ പാടില്ല. എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഗുരുക്കന്മാർ, യഥാർത്ഥ ഗുരുക്കന്മാർ
നിലകൊള്ളേണ്ടത്. പക്ഷെ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് ദ്രോണരും ഭീഷ്മദേവനും ഇപ്പോൾ ദുര്യോധനെയാണ് അധർമ്മിയായിട്ടുള്ള ദുര്യോധനെയാണ് പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ യഥാർത്ഥ ആ സ്ഥാനത്തിൽ നിന്നും വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വീണ്ടും ഗുരു എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ട ആവശ്യമില്ല അർജുനന് യഥാർത്ഥത്തിൽ. പക്ഷെ ഇവിടെ അർജുനൻ കുറച്ച് ഇമോഷണലായിട്ട് വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അവരെ ഗുരുവിന്റെ സ്ഥാനത്ത് കണ്ടുപോയി, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഇപ്പോൾ ധർമ്മത്തിന്റെ കൂടെയല്ല, അവരിപ്പോൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവർ സ്ഥാനവും അതേപോലെ ധനവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത്വാർത്ഥ കാമാംസ്തു, അവര് അർത്ഥകാമാംസ്തു, അർത്ഥത്തെ ആഗ്രഹിക്കുന്നുണ്ട്, ധനത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിന്റെ ലക്ഷണമല്ല. ഗുരു എപ്പോഴും ധർമ്മത്തിന്റെ മാർഗത്തിലായിരിക്കണം നിൽക്കേണ്ടത്. ഇപ്പോൾ ഇവര് വഴിപഴിച്ചു പോയ ഗുരുക്കന്മാരാണെങ്കിൽ പോലും അവരോട് എതിരിടാൻ ഞാൻ തയ്യാറാകുന്നില്ല എന്നാണ്, അവരെ യുദ്ധത്തിൽ വധിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഇതൊരു വൈകാരികമായിട്ടുള്ള തീരുമാനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഒരു വ്യക്തിയെ ഗുരുവായി നമ്മൾ സ്വീകരിച്ചു, പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലായത് ആ ഗുരു അത്ര ശരിയല്ല, ആ വ്യക്തി ശരിയായിട്ടുള്ള മാർഗത്തിലല്ല പോകുന്നത്, ധർമ്മത്തിന് വിപരീതമായിട്ട് ആ വ്യക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗുരുവിനെ ഉപേക്ഷിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട്. ശാസ്ത്രം നമ്മൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എപ്പോഴും ജാഗ്രതയോടുകൂടി വിവേകത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മളൊരു സെന്റിമെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ വികാരത്തിന്റെ പേരിൽ ഒരു ഗുരുവിനെ കൊണ്ടു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ശാസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനമല്ല. ഗുരുവിനെ നമ്മൾക്ക് ഉപേക്ഷിക്കാം. ഗുരു തെറ്റായിട്ടുള്ള മാർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഗുരുവായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു വികാരത്തിന്റെ പുറത്തല്ല, വിവേകത്തിന്റെ പുറത്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അർജുനൻ ആ ഗുരുക്കന്മാർ അവരുടെ സ്ഥാനത്തിന് അനുയോജ്യമായിട്ടല്ല പെരുമാറുന്നത്. അവരുടെ മഹത്വം നഷ്ടപ്പെടുത്തി അധർമ്മിയായിട്ടുള്ള ദുര്യോധനന്റെ കൂടെ കൂടി ധാർമ്മികരായിട്ടുള്ള പാണ്ഡവർക്കെതിരെയാണ് ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനം അവർ നഷ്ടപ്പെടുത്തി, അവരുടെ മഹത്വം അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അവരെ ഗുരുക്കന്മാരായിട്ട് കൊണ്ടു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടും അർജുനൻ പറയുകയാണ്, അവര് അർത്ഥത്തിന് കാമിക്കുന്നവരാണെങ്കിൽ പോലും, ധനത്തിനും സ്ഥാനത്തിനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ അവരെ ഗുരുവിന്റെ സ്ഥാനത്ത് കണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അവരോട് യുദ്ധം ചെയ്ത് നേടുന്ന രാജ്യം അവരുടെ രക്തം പുരണ്ട രാജ്യമായിരിക്കും എന്നാണ് അർജുനൻ പറയുന്നത്. ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ അർജുനന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ചിന്തനമാണ്. ഗുരുക്കന്മാരോട് എതിരിടാതിരിക്കുന്നത്, അതേപോലെ അവരെ എതിരിട്ടിട്ട് എനിക്കൊരു രാജ്യം, ഒരു സ്ഥാനം, ഒരു രാജാവ് എന്നുള്ള പദവി ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അർജുനൻ പറയുന്ന സമയത്ത് അർജുനന് ഭൗതികമായിട്ടുള്ള അത്ര ആസക്തി ഇല്ല. അർജുനന് വളരെയധികം മനോനിയന്ത്രണമുള്ള വ്യക്തിയാണ്, ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് അർജുനൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മറ്റുള്ളവരുടെ വീഴ്ച പോലും അർജുനൻ പരിഗണിക്കുന്നില്ല. അവർ പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ എൻ്റെ മനസ്സിൽ ഉന്നതരാണ് എന്നാണ്, അവർ പൂജാർഹരാണ് എന്നാണ് അർജുനൻ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അർജുനന്റെ മഹത്വമാണ്, അത് മറ്റുള്ളവരുടെ മഹത്വമല്ല. പക്ഷെ ഈ മഹത്വം എല്ലാവരും ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെതിർത്ത് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഗുരുക്കന്മാരെ എതിരിടുന്നത്? അങ്ങനെ ലഭിക്കുന്ന ഒരു രാജ്യം എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അതിനു പകരം ഞാൻ ഭിക്ഷയാചിച്ച് ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകെ. അർജുനൻ ഭിക്ഷയാചിക്കാൻ പോലും തയ്യാറായി, അല്ലെ? അർജുനൻ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനാണ്, ക്ഷത്രിയനാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള അർജുനൻ പറയുന്നു, ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ ആവശ്യമില്ല. ഇതൊക്കെ അർജുനന്റെ ഒരു മഹത്തായിട്ടുള്ള സ്വഭാവം,
അതേപോലെ ഭൗതികമായിട്ടുള്ള ആസക്തി ഇല്ലായ്മ, അർജുനന്റെ ആ കാരുണ്യം, ഇതൊക്കെ കാണിക്കുന്ന വാക്കുകളാണ് അർജുനനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഈ 3 ശ്ലോകങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ.